14 years ago, the age of a father was 3 times the age of his son. Now the father is twice as old as his son. What is the sum of the present ages of father and son? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഫാദറിൻ്റെ സണ്ണിൻ്റെ പ്രസൻറ്റ് ഏജിൻ്റെ സമ്മാണ്. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇക്വേഷനായിട്ട് എഴുതാം. 14 വർഷം മുന്നേ ഫാദറിൻ്റെ ഏജ് എന്ന് പറയുമ്പോൾ എന്താണ്? എഫ് മൈനസ് 14. അതെന്താണ്? 3 ടൈംസ് എന്നല്ല പറഞ്ഞേ. അപ്പോൾ 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സണ്ണിൻ്റെ ഏജും 14 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ എസ് മൈനസ് 14 വരും. അതേപോലെ തന്നെ പ്രസൻറ്റിൽ എങ്ങനെയാണ് വരിക? ഫാദറിൻ്റെ ഏജ് 2 ടൈംസ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഫിൻ്റെ വാല്യൂ 2 ഇയേഴ്സ് എന്ന് കിട്ടി. അത് നമുക്ക് ഇവിടെ കൊടുക്കാം. എഫിൻ്റെ വാല്യൂ 2 ഇയേഴ്സ് മൈനസ് 14. നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. 3 ഇയേഴ്സ് ആവും. പിന്നെന്താണ് വരിക? 3 × 14 എന്ന് പറയുമ്പോൾ 30, 4, 12, 42 വരും. അപ്പോൾ നമുക്ക് എസിൻ്റെ വാല്യൂ ഇതിന്ന് കണ്ടുപിടിച്ചൂടെ? എസിൻ്റെ വാല്യൂ എത്ര വരിക? 3 ഇയേഴ്സ് മൈനസ് 2 ഇയേഴ്സ്. പിന്നെ അതേപോലെ തന്നെ മൈനസ് 14 പ്ലസ് 42. ഇവിടെ എസ് ആവുമല്ലോ. 3 ഇയേഴ്സ് മൈനസ് 2 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എസ്. അതേപോലെ തന്നെ 42 14 പോയിട്ടുണ്ട് എത്രയാണ് വരിക? 28. അപ്പോൾ എസിൻ്റെ വാല്യൂ 28 കിട്ടി. അപ്പോൾ എസിൻ്റെ വാല്യൂ 28 ആണെങ്കിൽ എഫിൻ്റെ വാല്യൂ എത്രയാണ് വരിക? അതിൻ്റെ 2 ഇരട്ടിന്ന് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ 28 × 2 ചെയ്താൽ മതി. എത്രയാണ് വരിക? 56 അല്ലേ? 56. നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു? ഇതിൻ്റെ സമ്മാണ്. എഫിൻ്റെ എസിൻ്റെ സമ്മ്, ഫാദറിൻ്റെ സണ്ണിൻ്റെ സമ്മ് എത്രയാണ് വരിക? 56 + 28. എത്രയാണ് 56 + 28? 8 × 2 10, 14 4 ശിഷ്ടം 1. പിന്നെ 5 × 2 7 8. 84 സമ്മ് വരുന്നത്. 84 എന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻ? ലാസ്റ്റത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ.